വ്യാജ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. VRPയോട് കളിച്ചാൽ പ്രതിപക്ഷത്തെ RIP ആക്കും മുഖ്യമന്ത്രി. ചികിത്സയിലെ പിഴവ്, ഡോക്ടർ പശുപതി അറസ്റ്റിൽ. VSRPക്ക് തീവ്രവാദബന്ധമെന്ന് ഭരത്ചന്ദ്രൻ. കള്ളക്കേസുണ്ടാക്കി പ്രതിപക്ഷത്തെ അവഹേളിക്കുന്നുവെന്ന് വട്ടപ്പാറ സോമൻ. മദ്യപിച്ച നടുറോഡിൽ അഴിഞ്ഞാട്ടം, 3 പേരെ പോലീസ് പിടികൂടി. ഷൂട്ടിങ്ങിൽ വ്യാജപുരത്തിന് സ്വർണം നഷ്ടമായി, റഫറിക്ക് ഒരു കണ്ണും. ജാക്ക് പാറോ വ്യാജപുരം ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യമായ നിയമലംഘനം, ജെയിംസ് വിവാദത്തിൽ. വാർത്തകൾ വിശദമായി. VRPയോട് കളിച്ചാൽ പ്രതിപക്ഷത്തെ RIP ആക്കുമെന്ന് മുഖ്യമന്ത്രി മലപ്പുറം കാക്ക. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ KP കുട്ടിച്ചാത്തൻ ചേരുന്നു. VRPയോട് കളിച്ചാൽ പ്രതിപക്ഷത്തെ RIP ആക്കുമെന്ന് മുഖ്യമന്ത്രി. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഇലക്ഷന് വൻഭൂരിപക്ഷത്തോടെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടിയായ VSRPയുടെ യാതൊരുവിധ ആരോപണങ്ങൾക്ക് മുന്നിലും തങ്ങൾ മുട്ടടക്കില്ലെന്നും തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ഭരണം തുടരുമെന്നും മുഖ്യമന്ത്രിയായ മലപ്പുറം കാക്ക കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ പാർട്ടിയായ VSRPക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഭരത്ചന്ദ്രൻ IPS. പ്രതിപക്ഷാംഗങ്ങളിൽ പലരും തീവ്രവാദികളിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഭരത്ചന്ദ്രൻ മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷത്തെ കരിവാരിത്തേക്കാനുള്ള ഭരണപക്ഷത്തിൻ്റെ ഗൂഢാലോചന മാത്രമാണെന്നും ജില്ലാ സെക്രട്ടറി വട്ടപ്പാറ സോമൻ പ്രതികരിച്ചു. ചികിത്സയിലെ പിഴവ്, ഡോക്ടർ പശുപതി അറസ്റ്റിൽ. വാർഡിൽ കിടന്ന രോഗിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതിനാണ് ഡോക്ടർ പശുപതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ താൻ രോഗിയെ കൊല്ലാൻ ശ്രമിച്ചതല്ലെന്നും കട്ടിലിൽ കിടന്ന രോഗി ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ അയാളുടെ മൂക്കിൽ അടച്ചു വച്ചിരുന്ന സാധനം എടുത്തു മാറ്റി അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്നും അത് ഓക്സിജൻ സിലിണ്ടറാണെന്ന് തനിക്കറിയില്ലായിരുന്നെന്നും പിന്നീട് മാധ്യമപ്രവർത്തകരോട് ഡോക്ടർ വിശദീകരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള റോഡിൽ മദ്യപിച്ച് അഴിഞ്ഞാട്ടം നടത്തിയ 3 പേരെ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി 10:30യോടെയായിരുന്നു SI പ്ലാച്ചിമുട്ടിൽ ശശി അടങ്ങുന്ന സംഘം 3 പേരെ അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ പടവീടൻ, മനോരാഘവ്, രവിബോയ് വക്കച്ചൻ എന്നിവരെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരുന്നു. ഷൂട്ടിങ്ങിൽ വ്യാജപുരത്തിന് സ്വർണം നഷ്ടമായി, റഫറിക്ക് ഒരു കണ്ണും. വ്യാജപുരത്ത് നടന്ന ഒളിമ്പിക്സിലാണ് രസകരമായ ഈ സംഭവം നടന്നത്. ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ പോയ വെട്ടൂസ് എന്ന വേട്ടക്കാരൻ്റെ വെടിയേറ്റാണ് റഫറിക്ക് ഒരു കണ്ണ് നഷ്ടമായത്. വെളുപ്പിന് നടുവിലുള്ള കറുപ്പിൽ വെടിവെക്കണമെന്നാണ് തൻ്റെ ആശാൻ തന്നെ പഠിപ്പിച്ചതെന്നും അതനുസരിച്ച് മാത്രമാണ് വെടിവെച്ചതെന്നും എന്നാൽ വെടിവെച്ചത് റഫറിയുടെ കണ്ണിലാണെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും വെട്ടൂസ് മാധ്യമങ്ങളെ അറിയിച്ചു. പുതുമുഖമായ ജാക്ക് പാറുവിനെ വ്യാജപുരം ഗവർണറായി തിരഞ്ഞെടുത്തു. ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഗവർണർ സ്ഥാനത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന ജാക്ക് പാറോ താനാണ് ഗവർണർ എന്ന് സ്വയം നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ താൻ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ച അവസ്ഥയായിപ്പോയി എന്ന് ജാക്ക് പാറോ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. പരസ്യമായ നിയമലംഘനം, സ്പീക്കർ ജെയിംസ് വിവാദത്തിൽ. ഇന്നലെ വൈകുന്നേരം 4:30യോടെയാണ് തൻ്റെ കാമുകി കുഞ്ചുവുമൊത്ത് റോഡിലൂടെ വളരെ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ജെയിംസ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഒപ്പം പോയ വാഹനങ്ങളോ മുമ്പിൽ പോയ വാഹനങ്ങളോ പുറകെ പോയ വാഹനങ്ങളോ ഒന്നും മിച്ചമില്ലാത്തതിനാൽ തനിക്കെതിരെ ഒരു തെളിവും ബാക്കിയില്ലെന്ന് ജെയിംസ് പ്രതികരിച്ചു. വാർത്തകൾ വായിച്ചത് ശശാങ്കൻ. അടുത്ത വാർത്ത, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ എപ്പോഴേലും സൗകര്യമുള്ളപ്പോൾ കൊണ്ടുവരാം. നന്ദി, നമസ്കാരം.